മലയാള സിനിമാ ലോകത്ത് ഈ അടുത്തൊന്നും ആർക്കും തകർക്കാൻ പറ്റാത്ത അസാധ്യമായിട്ടുള്ള നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ലാലേട്ടൻ നായകനായിട്ടെത്തിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ 30 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും അതോടൊപ്പം ബിസിനസ് കളക്ഷൻ അപ്ഡേറ്റുകളുമാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് സുകുമാരൻ അണിയിച്ചിരിക്കിയ ചിത്രമായിരുന്നു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. 2019 പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ തുടർച്ചയായിരുന്നു ഇത്. ഈ ഒരു സിനിമയ്ക്കായിട്ട് മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയായിരുന്നു. മാർച്ച് മാസം 27-ാം തീയതി കാത്തിരിപ്പ് വിരാമൂട്ടുണ്ട്. ചിത്രം തിയേറ്ററുകളിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. കേരളം മൊത്തം ഒന്നടങ്കം തിയേറ്ററിലോട്ട് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരാഴ്ചത്തേക്ക് ജനസാഗരം തന്നെയായിരുന്നു തിയേറ്ററുകൾ. ഒരു ടിക്കറ്റ് പോലും കാര്യമാകാതെ ഫുൾ ഹൗസ്ഫുൾ ആയിട്ട് മാറുന്നൊരു കാഴ്ച കേരളത്തിലെ തിയേറ്ററുകളിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ ആദ്യ ദിനങ്ങളിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യ ദിനം 67 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയ ചിത്രം 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 100 കോടി, 5 ദിവസം കൊണ്ട് 200 കോടി പിന്നിട്ട ചിത്രം ഇപ്പോൾ 30 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ 266 കോടി 45 ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് സ്കാൻഡിംഗ് പുറത്തുവിടുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതേസമയം ബിസിനസ് ഉൾപ്പെടെ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടപ്പോൾ 325 കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് OTT മറ്റ് സാറ്റലൈറ്റ് റൈറ്റ്സ് എല്ലാം കൂടെ വെച്ച്, ഓഡിയോ റൈറ്റ്സ് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ചിത്രം ബിസിനസ് ആയിട്ട് മാത്രം ഏകദേശം 60 കോടിക്ക് അടുത്തുള്ള ഒരു തുകയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് മലയാള സിനിമ ഇനി അടുത്തൊന്നും ഈ ഒരു റെക്കോർഡ് ആർക്കും തകർക്കാൻ സാധിക്കില്ല. ബിസിനസ് ഉൾപ്പെടെ മലയാളത്തിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു ചിത്രം 300 കോടി നേടുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് ഇപ്പോഴും മികച്ച ബുക്കിംഗ് തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ OTT റിലീസ് അടുത്ത ആഴ്ചയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് റെക്കോർഡ് നോക്കി ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഏപ്രിൽ മാസം 24-ാം തീയതി ചിത്രം ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് നടത്തുന്നതായിരിക്കും. മലയാളത്തിന് പുറമെ തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് ഹോട്ട്സ്റ്റാറിൽ ചിത്രം റിലീസ് എത്തുന്നതായിരിക്കും. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ ചിത്രം 500 കോടി മറികടക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ.